തളിപ്പറമ്പ് നഗരസഭയിൽ വികസനത്തിനായി കൈകോർത്ത് ഭരണ പ്രതിപക്ഷ കക്ഷികൾ തർക്കങ്ങൾ ഒഴിവാക്കി സമവായത്തിലൂടെ സ്ഥിരം സമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തതോടെ ഭരണപരമായ സുതാര്യതയ്ക്ക് പുതിയ മാതൃകയായിരിക്കുകയാണ് തളിപ്പറമ്പ്. തളിപ്പറമ്പ് നഗരസഭയുടെ വികസന കാര്യങ്ങളിൽ മുന്നണികൾ ഒരുമിച്ച് നിൽക്കണമെന്ന ചെയർപേഴ്സന്റെ ആഹ്വാനത്തിന്റെ പ്രതിഫലനമാണ് തിങ്കളാഴ്ച നടന്ന സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. തർക്കങ്ങൾക്ക് സാധ്യത നിലനിന്നിരുന്ന സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾ മാതൃകാപരമായ സമവായത്തിലെത്തി. സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിന്നിരുന്ന വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് പകരം പ്രതിപക്ഷം ആവശ്യപ്പെട്ട ആരോഗ്യ കമ്മിറ്റി വിട്ടുനൽകിക്കൊണ്ടാണ് ഭരണപക്ഷം ഈ വികസന സമവായത്തിന് വഴിയൊരുക്കിയത്. സിപിഎമ്മിലെ പുല്ലായിക്കുടി ചന്ദ്രൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനാകുമെന്നാണ് സൂചന. ധനകാര്യ സമിതിയിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എന്ന നിലയിൽ ദീപാ രഞ്ജിത്ത് അധ്യക്ഷസ്ഥാനം ഉറപ്പിച്ചു. ക്ഷേമകാര്യ സമിതിയിൽ പി വത്സല അധ്യക്ഷയാകും. ഇതുൾപ്പെടെ 2 അധ്യക്ഷ സ്ഥാനമാണ് കോൺഗ്രസിന് ലഭിക്കുക. മുസ്ലിം ലീഗിന്റെ കമ്മിറ്റികളിൽ സയ്യിദ് നഗറിൽ നിന്ന് വിജയിച്ച കെ മുഹമ്മദ് ബഷീർ വികസനം, മുക്കോലയിൽ നിന്ന് വിജയിച്ച പി സി നസീർ വിദ്യാഭ്യാസം, മന്നയിൽ നിന്ന് വിജയിച്ച റജുല പൊതുമരാമത്ത് എന്നിങ്ങനെ അധ്യക്ഷ സ്ഥാനങ്ങൾ വഹിക്കുമെന്നാണ് സൂചന. 35 അംഗങ്ങളുള്ള തളിപ്പറമ്പ് നഗരസഭാ കൌൺസിലിൽ എല്ലാവരും സമന്വയത്തിന്റെ വഴി സ്വീകരിച്ച് ഐക്യത്തോടെയാണ് സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയത്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ടു പോകുമെന്നതിന്റെ തെളിവാണ് ഐക്യകണ്ഠേനയുള്ള തെരഞ്ഞെടുപ്പെന്ന് ചെയർപേഴ്സൺ പി കെ സുബൈർ പറഞ്ഞു. 35 അംഗ നഗരസഭാ കൗൺസിലിൽ എല്ലാവരും സമന്വയത്തിൻ്റെ വഴി സ്വീകരിച്ച് വളരെ ഐക്യത്തോടു കൂടിയാണ് സ്ഥിരം സമിതികളിലേക്കുള്ള മെമ്പർമാരുടെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചിരിക്കുന്നത്. തളിപ്പറമ്പ് നഗരസഭ ഇവിടെ മാതൃകയാകുകയാണ്. കൂട്ടായ പ്രവർത്തനങ്ങളുടെ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുക എന്നതിൻ്റെ തെളിവ് കൂടിയാണ്, സാക്ഷ്യം കൂടിയാണ് ഇന്നത്തെ ഈ ഐക്യകണ്ഠേനയുള്ള തെരഞ്ഞെടുപ്പ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ 12-ന് അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് നടക്കും. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.